സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. പോരാട്ടച്ചൂടിൽ ഇടുക്കി. മണ്ഡലം നിലനിർത്താനും തിരിച്ചുപിടിക്കാനുമുള്ള നെട്ടോട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും. ഇടത് വലത് മുന്നണികൾ കൺവെൻഷനുകൾ സംഘടിപ്പിച്ച് സംസ്ഥാന ദേശീയ നേതാക്കളെ പ്രചാരണത്തിനായി ഇടുക്കിയിലേക്ക് എത്തിക്കുന്നു. ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിന്റെ ഇരകളാണെന്നും വികസന വാഗ്ദാനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചെങ്കിലും പ്രാവർത്തികതയിൽ ഒന്നും കാണാനില്ലെന്നും ഡീൻ. മംഗളം പെരുമ്പൻകുത്തിൽ പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തോട് ചേർന്നുള്ള അപകട മുനമ്പിലെത്തിയ യുവാവിനെ സുഹൃത്തുക്കളും ജീപ്പ് ഡ്രൈവർമാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത് അതിസാഹസികമായി. ചൂടിന്റെ കാഠിന്യമേറിയതോടെ വെന്തുരുകി ഹൈറേഞ്ചും ലോ റേഞ്ചും ഒരുപോലെ. തൊടുപുഴ അടക്കമുള്ള ലോ റേഞ്ച് മേഖലകളിൽ കഴിഞ്ഞ ദിവസം 37 ഡിഗ്രി മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു കൂടിയ താപനില. ചൂടിന് കാഠിന്യമേറുന്നത് കാർഷിക മേഖലയ്ക്കും തിരിച്ചടിയായി മാറും. വിശദമായ വാർത്തകളിലേക്ക് എത്തുമ്പോൾ പോരാട്ടത്തിന്റെ ഒരു ചൂടിൽ തന്നെയാണ് ഇടുക്കി നിൽക്കുന്നത്. മണ്ഡലം നിലനിർത്തുന്നതിനും തിരിച്ചുപിടിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയൊരു നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമൊക്കെ ഉള്ളത്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ കൺവെൻഷനുകൾ സംഘടിപ്പിച്ച സംസ്ഥാന നേതാക്കളെ ആകെ ഇടുക്കിയിലേക്ക് എത്തിച്ച് മണ്ഡലത്തിൽ കളം നിറയാനുള്ള പരിശ്രമം നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ആദ്യം നോക്കാം. പോരാട്ടം 2026. ദേവികുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ രാജയുടെ പ്രചരണാർത്ഥം LDF ദേവികുളം നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷനിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. 100 കണക്കിന് പ്രവർത്തകരെ അണിനിരത്തിയുള്ള മണ്ഡലം കൺവെൻഷൻ മണ്ഡലത്തിൽ LDFന്റെ ശക്തി പ്രകടനം കൂടിയായി മാറ്റുകയായിരുന്നു. അടിമാലി പഞ്ചായത്ത് മൈതാനിയിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു ദേവികുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ രാജയുടെ പ്രചരണാർത്ഥം LDF ദേവികുളം നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നത്. കൺവെൻഷൻ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷനിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജില്ല നേരിട്ടിരുന്ന പ്രധാന വിഷയങ്ങളിലൊന്ന് ഭൂവിഷയമായിരുന്നുവെന്നും ഭൂവിഷയത്തിൽ പരിഹാരം കാണാൻ സർക്കാരിനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിന്റെ ഭാഗമായി അതിവേഗതയും പട്ടയങ്ങൾ പൂർത്തീകരിക്കാനായി നല്ല തോതിൽ കുറെ കൂടി വർദ്ധിക്കുകയായിരുന്നു. പക്ഷേ ഈ മാസങ്ങളിൽ SIR അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ മിക്കവാറും ആളുകൾ അതിന്റെ പുറകെയായി, അതിന്റെ ചുമതലയായി, അതിന് മാനമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ പട്ടയം കൊടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടവരും എല്ലാം അതിൽ ഒഴിവാക്കി പോകേണ്ടതായിരുന്നു. 100 കണക്കിന് പ്രവർത്തകരെ അണിനിരത്തിയുള്ള മണ്ഡലം കൺവെൻഷൻ മണ്ഡലത്തിൽ LDFന്റെ ശക്തി പ്രകടനം കൂടിയായി. P മുത്തുപ്പാണ്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടറി CB വർഗീസ, അഡ്വക്കേറ്റ് ജോയിസ് ജോർജ, LDF നേതാക്കളായ ശൈലജ സുരേന്ദ്രൻ, MJ മാത്യു, അഡ്വക്കേറ്റ് MM മാത്യു, കോയ അമ്പാട്ട്, ജയ മധു, തങ്കച്ചൻ, KK വിജയൻ, R ഈശ്വരൻ, അഡ്വക്കേറ്റ് ചന്ദ്രപാൽ, TK ഷാജി, ചാണ്ടി P അലക്സാണ്ടർ, V സിജിമോൻ, സിജോ മുണ്ടഞ്ചിറ, TM ഷെരീഫ് എന്നിവർ പങ്കെടുത്തു. കൺവെൻഷൻ 1001 അംഗ ജനറൽ കമ്മിറ്റിയും 251 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തെരഞ്ഞെടുത്തു. സിറ്റി വിഷൻ അടിമാലി. ഇടുക്കിയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിന്റെ ഇരകളാണെന്നും വികസന വാഗ്ദാനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചെങ്കിലും പ്രാവർത്തികതയിൽ ഒന്നും കാണാനില്ലെന്നും പട്ടയ വിതരണം നിലച്ച നിലയിലാണ് തുടരുന്നതെന്നും MP ചൂണ്ടിക്കാട്ടി. ഈ സർക്കാർ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച ഭരണകൂടമാണെന്നും ജനങ്ങൾ ഇതിനുള്ള മറുപടി തെരഞ്ഞെടുപ്പിൽ നൽകുമെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. കുമളിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു MP. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ദുർഭരണത്തിന്റെ ഇരകളാണ് ഇടുക്കിയിലെ സാധാരണക്കാർ. ഇവിടെ ഒരു ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചു. എന്താണ് ചെയ്തതെന്ന് നാട്ടിൽ ആർക്കും പറ്റില്ല. ആകെപ്പാടെ 20 കോടി രൂപ എവിടെയോ എന്തോ വികസന പ്രവർത്തനം ചെയ്തു എന്നാണ് കണക്കാണ്. ഈ നാട്ടിലെ കൃഷിക്കാർ ദുരിതത്തിലാണ്. ജപ്തി നോട്ടീസ് ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ നാട്ടിലില്ല. കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷത്തെ വരൾച്ചയുടെ പേരിൽ ഏറെ കൃഷിക്കാർ അനുഭവിച്ച ബുദ്ധിമുട്ട് പറയാൻ പറ്റാത്തതാണ്. അന്ന് അനുവദിക്കുമെന്ന് പറഞ്ഞ തുക ഇവിടെ
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേദിവസമാണ് ഇപ്പോൾ 5 കോടി രൂപ, അന്ന് 10 കോടി രൂപ പ്രഖ്യാപിച്ചു, 5 കോടി രൂപ പ്രഖ്യാപിച്ചു. എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഭൂപ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിരവധിയാണ്. 64 റൂൾ അനുസരിച്ചുള്ള പട്ടയ പ്രശ്നം ഇപ്പോഴും തുടരുകയാണ്. പട്ടയ വിതരണം നിലച്ചുപോയി. ഗവൺമെൻറ്റിൻ്റെ നിഷേധാത്മകമായ സമീപനത്തിൻ്റെ പേരിലാണ് പട്ടയ വിതരണം നിലച്ചത്. 2024 ജനുവരി മാസത്തിലാണ് ഹൈക്കോടതി പട്ടയം ബാൻ ചെയ്തത്. ഇപ്പം എന്താണ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷമാണ് ഹൈക്കോടതിയിലേക്ക് അതിനെ മറികടക്കാൻ വേണ്ടി ഗവൺമെൻറ്. അതുകൊണ്ട് ഇപ്പോഴും പട്ടയ വിതരണം നടക്കുന്നില്ല. 93 റൂൾ അനുസരിച്ച് CHR മേഖലയിലെ പട്ടയ വിതരണം നിലച്ചിട്ട് അതും 2 വർഷമായി. ഒരു എതിർ സത്യവാങ്മൂലം പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കൊടുത്ത് CHR മേഖല വനമാണ് എന്നുള്ള ആ സ്റ്റാൻഡ് പിൻവലിക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞു. കൂടുതൽ മേഖലകളിൽ വനഭൂമി സൃഷ്ടിച്ചുകൊണ്ട് വന്യജീവി ശല്യം രൂക്ഷമാക്കി. ഇപ്പോൾ ഈ ഈ കുമളിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ സത്രത്തിൽ എയർ സ്ട്രിപ്പ് ഉൾപ്പെടെ ഇപ്പോൾ വനഭൂമിയാക്കി ഇവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സത്രം എയർ സ്ട്രിപ്പ് എന്ന് പറയുന്നത് NCCയുടെ പരിശീലന പറക്കൽ കേന്ദ്രമാണ്. ആ പരിശീലന പറക്കൽ കേന്ദ്രം പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവിടെ വനഭൂമി ഇല്ലായിരുന്നു. പക്ഷെ പ്രവൃത്തി പൂർത്തിയായപ്പോഴേക്കും അവിടെ വനമാക്കി സർക്കാർ പ്രഖ്യാപിച്ചു. അതിന് ചുറ്റുപാടും 100-ലധികം വരുന്ന ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതിൽ ഉള്ള ഗുണഭോക്താക്കളുണ്ട്. അവർ വീട് വെച്ച് താമസിക്കുന്ന പ്രദേശമാണ്. അതെല്ലാം ഇപ്പോൾ വനമാക്കി മാറ്റി. വനഭൂമിയാക്കി ഒരു പ്രദേശത്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വന്യജീവികളുണ്ട്. ആ വന്യജീവികളെ പിന്നെ തുരത്താൻ കഴിയില്ല. അപ്പോൾ കൂടുതൽ വന്യജീവി ആക്രമണം രൂക്ഷമാകുന്നു, വനഭൂമികൾ സൃഷ്ടിക്കുന്നു, ഭൂപ്രശ്നങ്ങൾ അതിരൂക്ഷമായി തുടരുന്നു, കാർഷിക മേഖലയിൽ ജനങ്ങൾ കഷ്ടപ്പാടിൽ ആകുന്നു, ജപ്തി നോട്ടീസിൻ്റെ കാര്യത്തിൽ. അങ്ങനെയൊക്കെ അനവധി പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഈ നാടിനെ പറഞ്ഞു വഞ്ചിച്ച ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ പിണറായി ഗവൺമെൻറ് എന്നുള്ളത് തർക്കമില്ല. അതുകൊണ്ട് ഭരണമാറ്റം എന്നുള്ളത് 100% സുനിശ്ചിതമാണ്. ഇടുക്കിയിൽ 5 സീറ്റിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സൂചന അതാണ്. എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ വൻ മുന്നേറ്റമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തിയോടുകൂടി ഉണ്ടാവും. UDF വൻ വിജയം നേടുമെന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ സർക്കാർ ഇടുക്കിക്ക് സമ്മാനിച്ചത് ദുരിതവുമാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. പൊള്ളയായ വാഗ്ദാനങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഈ സർക്കാർ ചെയ്തത്. സമസ്ത മേഖലകളിലുമുള്ള ആളുകളെ വഞ്ചിച്ച് ഈ സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ സർക്കാരിനെതിരെയുള്ള ജനകീയ രോഷം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിധിയെഴുതുമെന്നും അലോഷ്യസ് സേവ്യർ അടിമാലിയിൽ പറഞ്ഞു. വലിയ പ്രതീക്ഷയോടു കൂടിയിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഇടുക്കിയിലെ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നോക്കിക്കാണുന്നത്. മത്സരിക്കുന്ന 5 സീറ്റിൽ 5ഉം ഇത്തവണ UDF ജയിക്കും. ഇടുക്കിയെ മിടുക്കിയാക്കാൻ ഇടുക്കിയിലെ 5 സാരഥികളും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ഉൾപ്പെടെ UDFൻ്റെ മുഴുവൻ സാരഥികളും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറും. മാറാൻ ഉറച്ചിരിക്കുകയാണ് കേരളം. കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ ഭരണത്തിൽ പൊറുതിമുട്ടി കേരളത്തിൻ്റെ പൊതുസമൂഹം എല്ലാം നിൽക്കുമ്പോൾ, അതിനെതിരെ വലിയ ജനകീയ രോക്ഷം ആളിക്കത്തുമ്പോൾ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ സമ്മതിദാനം കൃത്യവും വ്യക്തവുമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷ ഉറപ്പാക്കാൻ തങ്കമണിയിൽ പോലീസിന്റെയും കേന്ദ്രസേനയും റൂട്ട് മാർച്ച് നടത്തി. തങ്കമണിയിൽ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോയ മാർച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനുമായാണ് സംഘടിപ്പിച്ചത്. തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ സുബിൻ തങ്കച്ചൻ, സബ് ഇൻസ്പെക്ടർമാരായ ശിവകുമാർ S, സേവിയർ P, സന്തോഷ് മാനുവൽ എന്നിവർ മാർച്ചിൽ സേനയെ നയിച്ചു. കേരള പോലീസിനൊപ്പം സായുധധാരികളായ കേന്ദ്ര സേനാംഗങ്ങളും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് വേളയിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുക, വോട്ടർമാരുടെ ഭീതി അകറ്റി ആത്മവിശ്വാസം പകരുക, ക്രമസമാധാനം ഉറപ്പാക്കുക എന്നിവയാണ് റൂട്ട് മാർച്ചിലൂടെ ലക്ഷ്യമിടുന്നത്. മുൻകരുതലുകൾ തുടരുമെന്നും സമാധാനപരമായ വോട്ടെടുപ്പിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS അറിയിച്ചു. 10 വർഷം മുമ്പ് പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിന്റെ പൊതുകടം 1.5 ലക്ഷം കോടിയായിരുന്നുവെങ്കിൽ ഇന്ന് 7 ലക്ഷം കോടിയിലെത്തിയെന്നും കടം വർദ്ധിക്കുമ്പോഴും ജനങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്നും UDF ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് UDF രാജാക്കാട് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MJ ജേക്കബ്. 1957 മുതൽ പരിശോധിച്ചാൽ 2016 വരെ കേരളത്തിൽ പൊതുകടം 1.5 ലക്ഷം കോടിയാണ്. എന്നാൽ ഇന്നിത് 7 ലക്ഷം കോടിയിലധികമായി വർദ്ധിച്ചു. കടം വർദ്ധിക്കുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും MJ ജേക്കബ് കുറ്റപ്പെടുത്തി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 10 വർഷക്കാലം മുമ്പ് പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പൊതുകടം എന്ന് പറയുന്ന 1.5 ലക്ഷം കോടി രൂപ മാത്രമാണ്. 1957 മുതൽ ഈ പറയുന്ന 2014 വരെ ആകെ ഉണ്ടായിരുന്ന പൊതുകടം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപയാണ്. ഇപ്പൊ എവിടെ പോയിരിക്കുന്നു? ഇപ്പം 7 ലക്ഷം കോടി രൂപയോളമായിരിക്കുന്നു. 5 ലക്ഷം കോടി രൂപ ഇവിടെ അധികമായിട്ട് വന്നിട്ടുണ്ട്. ഈ 5 ലക്ഷം കോടി രൂപയിൽ രാജാക്കാടായിട്ടുള്ള ജനങ്ങൾ, അത് ഏത് കക്ഷിയിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ,
വ്യാപാരി വ്യവസായികളായിക്കൊള്ളട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ആ വിഭാഗത്തിൽപ്പെട്ടവര് അവര് ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ ഈ 5.5 ലക്ഷം കോടി രൂപയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് കിട്ടി? ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് UDF രാജാക്കാട് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത്. രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സിബി കൊച്ചുവള്ളാട്ട് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണു, സുധീർ കോട്ടക്കുടി, ഇബ്രാഹിം കുട്ടിക്കല്ല, MN ഗോപി, ജോസ് ചിറ്റടി, R ബാലൻപിള്ള, MJ ജേക്കബ്, കൺവീനർ ജോഷി, ജമാൽ ഇടശ്ശേരിക്കുടി, KS ശിവൻ, മനോജ് കോക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. നിരവധി പ്രവർത്തകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സിറ്റി വിഷൻ രാജാക്കാട്. 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കില്ലെന്നും പുതിയ തലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുമെന്നും പ്രഖ്യാപനം നടത്തി ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണു. പുതിയ തലമുറയ്ക്ക് കടന്നു വരുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ പുതിയ നേതാക്കന്മാരെയും പുതിയ ഭരണാധികാരികളെയും സൃഷ്ടിക്കപ്പെടുന്നതെന്നും സേനാപതി വേണു രാജാക്കാട്ടിൽ പറഞ്ഞു. മുമ്പ് നിങ്ങളോട് ഒരൊറ്റ കാര്യം, പ്രിയപ്പെട്ടവരെ, 2016 ഈ പാർട്ടി എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകി. വിജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു. 1109 വോട്ടുകൾക്ക് തോക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. 2021 2016 1000 വോട്ടിന് തോറ്റെന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് മത്സരിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ വ്യക്തിപരമായ ചില കാരണങ്ങളുള്ളതുകൊണ്ട് മത്സരത്തിന് തയ്യാറായില്ല. 2026 വീണ്ടും സ്നേഹിതരെ, പാർട്ടിയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും മത്സരിക്കാൻ അവസരം എനിക്ക് നൽകി. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു, 2031 തെരഞ്ഞെടുപ്പിൽ സേനാപതി വേണു കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തോട് എനിക്ക് സീറ്റ് വേണമെന്നും പറയില്ല, ഇനി നിങ്ങൾ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട പുതിയ തലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നു എന്ന ആ പ്രഖ്യാപനം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം എന്നും നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ആളുകളല്ലോ. പുതിയ തലമുറ പ്രിയപ്പെട്ടവരെ കടന്നു വരണം. ആ പുതിയ തലമുറ കടന്നു വരുന്നതിലൂടെയാണ് രാഷ്ട്രീയത്തിൽ പുതിയ നേതാക്കന്മാരും അതുപോലെ തന്നെ പുതിയ ഭരണാധികാരികളുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. രാജാക്കാട് NR സിറ്റിയിൽ വാഹനാപകടം. കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികന് പരിക്കേറ്റു. രാജാക്കാട് പെരിയക്കോട്ടിൽ സജിനാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് ശേഷമാണ് അപകടം നടന്നത്. രാജാക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു വാഹനത്തിനെ മറികടക്കുന്നതിനിടയിൽ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയേക്കാം. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തോട് ചേർന്നുള്ള അപകട മുനമ്പിലെത്തിയ യുവാവിനെ സുഹൃത്തും ഈ സമയം അതുവഴിയെത്തിയ മാങ്കുളത്തെ ഏതാനും ജീപ്പ് ഡ്രൈവർമാരും ചേർന്ന് അതിസാഹസികമായി രക്ഷിച്ചു. മദ്യലഹരിയിലാണ് യുവാവ് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം. യുവാവ് ഇവിടെ നിന്നും താഴേക്ക് പതിച്ചാൽ ഉണ്ടാകാമായിരുന്ന വലിയ അപകടമാണ് സുഹൃത്തിന്റെയും മറ്റ് ജീപ്പ് ഡ്രൈവർമാരുടെയും ഇടപെടലിലൂടെ ഒഴിവായത്.
ഇന്നലെ ഉച്ചകഴിഞ്ഞായിരുന്നു സംഭവം നടന്നത്. കുറത്തിക്കുടി ആദിവാസി ഉന്നതിയിലുള്ള യുവാവാണ് പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തോട് ചേർന്നുള്ള അപകട മുനമ്പിലെത്തിയത്. മദ്യലഹരിയിൽ യുവാവ് വെള്ളച്ചാട്ടത്തോട് ചേർന്ന് വലിയ താഴ്ചയുള്ള ഭാഗത്തേക്ക് എത്തുകയായിരുന്നുവെന്നാണ് വിവരം. വെള്ളച്ചാട്ടത്തോട് ചേർന്ന ഈ പ്രദേശം വലിയ താഴ്ചയുള്ളതും പാറക്കെട്ട് നിറഞ്ഞതുമായ ഭാഗമാണ്. വഴുക്കലുള്ള ഇവിടെ നിന്നും യുവാവ് താഴേക്ക് പതിച്ചിരുന്നുവെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു. അപകട മുനമ്പിലെത്തിയ യുവാവിനൊപ്പമുണ്ടായിരുന്ന മറ്റൊരു സുഹൃത്തും സംഭവ സമയത്ത് ഇതുവഴിയെത്തിയ മാങ്കുളത്തെ ജീപ്പ് ഡ്രൈവർമാരായ ബിബിൻ അന്ത്യാട്ട്, സെബിൻ ചുണ്ടക്കാട്ട്, അലക്സ് പാമ്പുങ്കയം എന്നിവരും ചേർന്നാണ് യുവാവിനെ അപകട മുനമ്പിൽ നിന്നും സാഹസികമായി രക്ഷിച്ചത്. അപകട മുനമ്പിലേക്കെത്തിയ യുവാവിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ജീവൻ പണയപ്പെടുത്തിയാണ് സുഹൃത്തിനെ രക്ഷിക്കാനായി പിന്നാലെ എത്തിയത്. ജീപ്പ് ഡ്രൈവർമാരും സുഹൃത്തിനൊപ്പം ചേർന്നു. അപകട മുനമ്പിൽ നിന്നും യുവാവിനെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറംലോകമറിയുന്നത്. വെള്ളച്ചാട്ടത്തിന് അറ്റത്തു നിന്നും യുവാവിനെ തിരികെ വലിച്ചു കയറ്റുന്ന ദൃശ്യങ്ങൾ നെഞ്ചിടിപ്പേറ്റുന്നതാണ്. സിറ്റി വിഷൻ, അടിമാലി. ചൂടിന്റെ കാഠിന്യമേറിയതോടെ വെന്തുരുകുകയാണ് ഹൈറേഞ്ചും ലോ റേഞ്ചും. തൊടുപുഴ അടക്കമുള്ള ലോ റേഞ്ച് മേഖലകളിൽ കഴിഞ്ഞ ദിവസം പകൽ 37 മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു കൂടിയ താപനില. ചൂടിന്റെ കാഠിന്യമേറുന്നത് കാർഷിക മേഖലയ്ക്കും വലിയ തിരിച്ചടിയായി മാറുമോ എന്ന ആശങ്കയും നിലനിൽക്കും. ഹൈറേഞ്ച് മേഖലകളിലും ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചു. ഇതോടൊപ്പം ഉയർന്ന UV ഇൻഡെക്സും ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. എല്ലാ മേഖലയിലും ചൂട് പ്രതികൂലമായി ബാധിച്ചു തുടങ്ങി. ജില്ലയുടെ പല ഭാഗങ്ങളിലും ശുദ്ധജലക്ഷാമം രൂക്ഷമായി. കാർഷിക മേഖലയും പ്രതിസന്ധിയിലാണിപ്പോൾ. ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൂര്യതാപം, പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമുണ്ട്. സാധാരണ വൈകിട്ട് ലഭിക്കുന്ന വേനൽ മഴകൾ ഇത്തവണ പലയിടത്തും ഇതുവരെ കാര്യക്ഷമമായി ലഭിക്കാത്തതിനാൽ താപനില ഇനിയും ഉയരാനാണ് സാധ്യത. വേനൽ മഴ ലഭിച്ചാൽ കനത്ത ചൂടിന് ചെറിയ ആശ്വാസമാകും. ജില്ലയിൽ ഈ വേനലിൽ മാർച്ച് 1 മുതൽ ലഭിക്കേണ്ടിയിരുന്ന മഴ 35.1 മില്ലിമീറ്റർ ആയിരുന്നു. എന്നാൽ ലഭിച്ചത് 16.8 മില്ലിമീറ്റർ മാത്രം. 52% കുറവാണ് രേഖപ്പെടുത്തിയത്. വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരിച്ച് തൊഴിൽ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും ഇത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ലെന്ന ആക്ഷേപമുയരുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ വിശ്രമം അനുവദിക്കണമെന്നാണ് നിർദ്ദേശം. ജോലി സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തിയാണ് ഉച്ചയ്ക്ക് വിശ്രമം അനുവദിക്കേണ്ടത്. എന്നാൽ നിർദ്ദേശം ലംഘിച്ച് പലയിടത്തും തൊഴിലാളികളെ പൊരിവെയിലിൽ ജോലി ചെയ്യിക്കുന്നത് തുടരുകയാണ്. പ്രധാനമായും കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള നിർമ്മാണ മേഖലയിലാണ് ഈ സ്ഥിതി തുടരുന്നത്. പല തൊഴിലിടങ്ങളിലും തൊഴിലാളികൾക്ക് ആവശ്യത്തിന് ശുദ്ധജലം ഉറപ്പാക്കുന്നില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ഒപ്പം തന്നെ കാർഷിക മേഖലയ്ക്കും കനത്ത തിരിച്ചടിയാണ് വേനൽ സമ്മാനിക്കുന്നത്. ഏലം മേഖലയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. വേനലിൽ ജലസ്രോതസ്സുകൾ വറ്റിവരേണ്ടതോടെ നനവെത്തിക്കുവാനും മറ്റ് വളപ്രയോഗങ്ങളും കീടപ്രതിരോധവും കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകുവാനും കഴിയുന്നില്ല. പുഴകളിലെയും തോടുകളിലെയും നീരൊഴുക്ക് കുറഞ്ഞതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കുടിവെള്ളക്ഷാമം പലയിടത്തും അതിരൂക്ഷമായി മാറുകയാണ്. വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമായി ലഭിച്ചില്ല എങ്കിൽ ചൂട് ഇനിയും വർദ്ധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രോജക്ട് പ്രദർശനവും ഓപ്പൺ ഹൌസും നടന്നു. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ എക്സെറ്റ് 26 എന്ന പേരിലാണ് ടെക്നിക്കൽ പ്രദർശനവും ഓപ്പൺ ഹൌസും സംഘടിപ്പിച്ചത്. മായം കലർന്ന പാൽ തിരിച്ചറിയാൻ സഹായിക്കുന്നതും പാലിലെ വെള്ളത്തിന്റെ അളവ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മൊബൈൽ ഫോണിൽ സന്ദേശമായി ലഭ്യമാക്കുന്ന മിൽക്ക് അൾട്രവേഷൻ ഡിറ്റക്ടർ ഇടുക്കി പോലുള്ള മലനിരകളിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി അറിയിക്കാൻ മണ്ണിലെ ജലാംശം വർദ്ധിക്കുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്ന ലാൻഡ്സ്ലൈഡ് ഡിറ്റക്ടർ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അടയ്ക്ക കൊയ്യാൻ കഴിയുന്ന റോബോട്ട് എന്നിവ ഉൾപ്പെടെയുള്ള നവീന ആശയങ്ങളാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. The first Dean of Alumni
and International Affairs has been established in the Silver Jubilee of our institution. It is from EC department. Accordingly, Dr. Manju Manuel arranged a technical talk by internationally known quantum technology expert from UK, Dr. Kiran Kaya. This is also another great achievement in the history of GEC Idiki. അലുമിനി ഡീൻ ഡോക്ടർ മഞ്ജു മാനുവൽ അധ്യക്ഷത വഹിച്ചു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം ഒരുക്കിയ ടെക്നിക്കൽ പ്രോജക്ട് പ്രദർശനത്തിൽ S6, S18, ബിടെക് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള 40ഓളം നവീന പ്രോജക്ടുകൾ പ്രദർശിപ്പിച്ചു. ഓപ്പൺ ഹൌസും നെക്സോറ ക്ലബിന്റെ നേതൃത്വത്തിൽ ഗെയിം സോണും ഒരുക്കിയിരുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും വലിയ തോതിൽ പ്രദർശനം കാണാൻ എത്തി. ഇതിനോടനുബന്ധിച്ച് അതിരുകൾക്കപ്പുറം എന്ന ടെക്നിക്കൽ ടോക്ക് സീരീസിന്റെ ഉദ്ഘാടനവും നടന്നു. തുടർന്ന് ഇലക്ട്രോണിക് സാധ്യതകൾ ശക്തി പകരുന്നത് എന്ന വിഷയത്തിൽ ക്വാൽകോം ടെക്നോളജീസ് UK ബിസിനസ് വിദഗ്ധൻ ഡോക്ടർ ഹിരൺ KR പ്രഭാഷണം നടത്തി. എക്സെക്സ്റ്റ് 26 സ്റ്റാഫ് കോർഡിനേറ്റർ ദീപ MS സ്വാഗതം ആശംസിച്ചു. IQIC കോർഡിനേറ്റർ ഡോക്ടർ ഹരി PG, ഡീൻ ഡോക്ടർ സന്തോഷ് കുമാർ, UG ഡീൻ ഡോക്ടർ ഷെരീഫ്, PTA വൈസ് പ്രസിഡന്റ് റോയി ജോസഫ്, എക്സെസ്റ്റ് 26 കോർഡിനേറ്റർ തിമോത്തി ഷിബു, RAI പ്രതിനിധി അരവിന്ദ്, UG പ്രതിനിധി ആവന്തിക വിനോദ് എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. വിറക് ശേഖരിക്കാൻ പോയ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റിൽ ഫാക്ടറി ഡിവിഷനിൽ നടരാജാണ് മരിച്ചത്. കാട്ടാന ആക്രമണത്തിലാണോ ഗൃഹനാഥൻ മരിച്ചതെന്ന സംശയമുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. മൂന്നാർ പഞ്ചായത്തിലെ കല്ലാർ എസ്റ്റേറ്റിലാണ് ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റിൽ ഫാക്ടറി ഡിവിഷനിൽ നടരാജാണ് മരിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിലാണോ നടരാജ് കൊല്ലപ്പെട്ടതെന്ന സംശയം നിലനിൽക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2-ന് നടരാജ് സമീപത്തുള്ള വനമേഖലയിൽ വിറക് ശേഖരിക്കാൻ പോയിരുന്നു. വൈകിട്ട് 6 കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കളും എസ്റ്റേറ്റ് തൊഴിലാളികളും വനമേഖലയിൽ പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം സംഭവ സ്ഥലത്തു നിന്നും ആംബുലൻസിലേക്ക് കയറ്റുന്നതിനിടെ പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ പ്രതിനിധികളും പ്രതിഷേധവുമായി എത്തി. തുടർന്ന് മൂന്നാർ വനം വകുപ്പ് റേഞ്ച് ഓഫീസറും മൂന്നാർ CIയുമായി ചർച്ച നടത്തി മരണം കാട്ടാന ആക്രമണം മൂലമാണെങ്കിൽ നഷ്ടപരിഹാരം ഉടനടി നൽകുമെന്നും മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നും നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം മൂന്നാർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തേയിലത്തോട്ടത്തിൽ നിന്ന് വിരമിച്ച തൊഴിലാളിയാണ് നടരാജ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ കഴിയൂ. ഷർട്ടിൽ രക്തം കട്ടപിടിച്ച നിലയിലും കഴുത്തിനു പിന്നിൽ താഴ്ഭാഗത്ത് മുറിവുള്ളതുമാണ് പ്രാഥമിക കണ്ടെത്തൽ. സിറ്റി വിഷൻ മൂന്നാർ. എഴുകുംവയൽ കുരിശുമലയിൽ തീർത്ഥാടകർക്കുള്ള മാങ്ങാച്ചാർ ഒരുക്കുന്ന തിരക്കിലാണ് ഇടവകയിലെ വനിതകൾ. ഇടവകയിൽ നിന്നുള്ള അമ്മമാരും യുവതികളും പെൺകുട്ടികളും അടക്കം 100 കണക്കിന് സ്ത്രീകളാണ് മാങ്ങാച്ചാർ തയ്യാറാക്കുന്ന തിരക്കിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഭക്തിഗാനവും ജപമാലയും പ്രാർത്ഥനകളും ഉരുവിട്ടുകൊണ്ട് തീർത്ഥാടനത്തിനെത്തുന്ന 500,000-ലധികം വിശ്വാസികൾക്ക് നേർച്ചക്കഞ്ഞിയോടൊപ്പം വിതരണം ചെയ്യുവാനുള്ള മാങ്ങാച്ചാറാണ് ഇടവകയിലെ വനിതകൾ നിയോഗം വെച്ച് പാകം ചെയ്യുന്നത്. ഇടവകയിൽ നിന്നുള്ളവരും പുറത്തുനിന്നുള്ളവരും നേർച്ചയായി നൽകിയ 500-ലധികം കിലോ മാങ്ങയാണ് അച്ചാറിനായി ഒരുക്കുന്നത്. വെള്ളിയാഴ്ച കാൽനടയായി കത്തീഡ്രൽ പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന കാൽനട തീർത്ഥയാത്ര 8 മണിക്ക് മലയടിവാരത്തെത്തുകയും തുടർന്ന് കുരിശുമലയിലേക്ക് കുരിശിന്റെ വഴിയിലൂടെ മല കയറുകയും മലമുകളിൽ രൂപതയുടെ ഇടയൻ ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകുകയും ചെയ്യും. കാൽനട തീർത്ഥാടനത്തിലും കുരിശുമല കയറ്റത്തിലും പങ്കെടുക്കുന്നവർക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പൂർണ്ണദണ്ഡ വിമോചനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എഴുകുംവയൽ കുരിശുമല കയറുന്നതിനും ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനുമായി ഏവരെയും ക്ഷണിക്കുന്നതായി തീർത്ഥാടക ദേവാലയ ഡയറക്ടർ ഫാദർ ജോസഫ് ചുനയമാക്കൽ, അസിസ്റ്റന്റ് വികാരി നിർമ്മൽ കളത്തിക്കാട്ടിൽ എന്നിവർ അറിയിച്ചു. തീർത്ഥാടനം നടക്കുന്ന വെള്ളിയാഴ്ച രാവിലെ 7:30 മുതൽ ആശാരിക്കവല മുതൽ പുത്തൻപാലം വരെയുള്ള റൂട്ടിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തി. ഈ റൂട്ടിലേക്കുള്ള ഇരുചക്ര വാഹനങ്ങളും ചെറുവാഹനങ്ങളും സർവീസ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള മറ്റു വാഹനങ്ങളും ആശാരിക്കവല പള്ളിക്കവല വഴി ഇരട്ടയാർ നോർത്തിലേക്കും പുത്തൻപാലത്തിൽ നിന്നുമുള്ള വാഹനങ്ങൾ വെട്ടിക്കാമറ്റം ഇരട്ടയാർ നോർത്ത് പള്ളിക്കവല വഴി ആശാരിക്കവലയിലേക്കും പോകേണ്ടതാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ നെടുങ്കണ്ട. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ
രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്, 92.5 വെള്ളി ആഭരണങ്ങൾ, ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 13,445 രൂപ, പവന് 1,07,560 രൂപ, വെള്ളി ഗ്രാമിന് 260 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോരാട്ടച്ചൂടിൽ ഇടുക്കി. മണ്ഡലം നിലനിർത്താനും തിരിച്ചുപിടിക്കാനുമുള്ള നെട്ടോട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും. ഇടത് വലത് മുന്നണികൾ കൺവെൻഷനുകൾ സംഘടിപ്പിച്ച് സംസ്ഥാന ദേശീയ നേതാക്കളെ പ്രചാരണത്തിനായി ഇടുക്കിയിലേക്ക് എത്തിക്കുന്നു. ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിന്റെ ഇരകളാണെന്നും വികസന വാഗ്ദാനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചെങ്കിലും പ്രാവർത്തികതയിൽ ഒന്നും കാണാനില്ലെന്നും ഡീൻ. മംഗളം പെരുമ്പൻകുത്തിൽ പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തോട് ചേർന്നുള്ള അപകട മുനമ്പിലെത്തിയ യുവാവിനെ സുഹൃത്തുക്കളും ജീപ്പ് ഡ്രൈവർമാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത് അതിസാഹസികമായി. ചൂടിന്റെ കാഠിന്യമേറിയതോടെ വെന്തുരുകി ഹൈറേഞ്ചും ലോ റേഞ്ചും ഒരുപോലെ. തൊടുപുഴ അടക്കമുള്ള ലോ റേഞ്ച് മേഖലകളിൽ കഴിഞ്ഞ ദിവസം 37 ഡിഗ്രി മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയായിരുന്നു കൂടിയ താപനില. ചൂടിന് കാഠിന്യമേറുന്നത് കാർഷിക മേഖലയ്ക്കും തിരിച്ചടിയായി മാറും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.